ഒരു സംഖ്യയെ തുല്യമായി വിഭാഗിക്കാൻ കഴിയുമെങ്കിൽ അത് വിഭാജ്യ സംഖ്യ എന്ന് പറയും. 4നെ 2 കൊണ്ട് ഭാഗിച്ചാൽ 2 എന്ന് കിട്ടും. ഇതുപോലെ ഏതെങ്കിലും ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് തുല്യമായി വിഭജിക്കാൻ കഴിയുമെങ്കിൽ അതിനെ വിഭാജ്യ സംഖ്യകൾ എന്ന് പറയും. 64നെ 2 കൊണ്ട് ഹരിച്ചാൽ 32 എന്ന് കിട്ടും. വീണ്ടും അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ 16 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 8 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് 4, വീണ്ടും 2 കൊണ്ട് 2, വീണ്ടും 2 കൊണ്ട് 1. ഇപ്പോൾ ഇത്രയുമാണ് 64 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറയാം. 64, 32, 16, 8, 4, 2, 1 ഇത്രയും ഘടകങ്ങളാണ് ഈ സംഖ്യയ്ക്കുള്ളത്. എന്നാൽ ഒരു സംഖ്യയിൽ ഒന്നും മാത്രം ആണ് ആ സംഖ്യയുടെ ഘടകങ്ങൾ എങ്കിൽ ആ സംഖ്യയെ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. 2നെ വീണ്ടും വിഭജിച്ചാൽ 1 എന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. 1 ബേസിക് യൂണിറ്റ് ആണ്. അതുകൊണ്ട് 2, 2, 1, 2, 2. അതുകൊണ്ട് 2 ഒരു പ്രൈം നമ്പറാണ്. 3 എന്ന ഒരു നമ്പർ, 3നെ 3 കൊണ്ട് മാത്രമേ വിഭാഗിക്കാൻ പറ്റൂ. 3ഉം 1ഉം മാത്രമേ അതിൻ്റെ ഘടകങ്ങളായുള്ളൂ. അതുകൊണ്ട് 3 ഒരു പ്രൈം നമ്പറാണ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ. 5നെ 5 കൊണ്ട് മാത്രമേ ഭാഗിക്കാൻ പറ്റുള്ളൂ. 5ഉം 1ഉം കൊണ്ട് മാത്രമേ ഭാഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 5 ഒരു അഭാജ്യ സംഖ്യയാണ്. ഇനിയും അഭാജ്യ സംഖ്യകളുടെ ലിസ്റ്റ് പരിശോധിക്കാം. 7, 11, 13, 17, 19, 23, 29 ഇങ്ങനെ ഭാഗിക്കാൻ പറ്റാത്ത സംഖ്യകൾ, അവയെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. എന്നാൽ ഈ സംഖ്യകളെല്ലാം ഭാജ്യ സംഖ്യകളാണ് അല്ലെങ്കിൽ ഡിവിസിബിളാണ്. 4, 8, 16, 32, 64 ഇതെല്ലാം വിഭജിക്കാൻ പറ്റുന്ന സംഖ്യകളായതുകൊണ്ട് അതിനെ വിഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇനി ഡിവിസിബിലിറ്റി ടെസ്റ്റ്. നമുക്കറിയാം 2, 4, 6, 8, 0 എന്നീ സ്ഥാനങ്ങൾ ഒറ്റയുടെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകളെല്ലാം 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇരട്ട സംഖ്യകളെല്ലാം ഭാജ്യ സംഖ്യകളാണ്. 2 ഒഴികെ. 2 ആണ് ഒരേ ഒരു അഭാജ്യ സംഖ്യ. ഈവൻ നമ്പറായിട്ടുള്ള ഇരട്ട സംഖ്യകളിൽ അഭാജ്യ സംഖ്യയായിട്ടുള്ളത് 2 മാത്രമാണ്. ഈവൻ നമ്പേഴ്സിലെ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളത് 2 മാത്രമാണ്. ബാക്കിയെല്ലാം ഈവൻ നമ്പേഴ്സ് എല്ലാം ഭാജ്യ സംഖ്യകളാണ്, വിഭജിക്കാവുന്നതാണ്. ഇനി ഡിവിസിബിലിറ്റി ടെസ്റ്റ്. 2 കൊണ്ട് ഈവൻ നമ്പേഴ്സിനെ എല്ലാം 2 കൊണ്ട് ഭാഗിക്കാം എന്ന് പറഞ്ഞു. 2, 4, 6, 8, 10 അല്ലെങ്കിൽ 0 എന്ന് അവസാനിക്കുന്ന സംഖ്യ. അതല്ല, ഏതിൻ്റെ മൾട്ടിപ്പിളാണ്? 2ൻ്റെ മൾട്ടിപ്പിളാണ്. 2ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ അത് 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. ഇനി 3 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാമോ എന്നെങ്ങനെ പരിശോധിക്കാം? 12. നമുക്കറിയാം 3ൻ്റെ ഗുണിതമാണ് 12. എന്നാൽ ചെറിയൊരു ടെസ്റ്റ്. 1ഉം
രണ്ടും കൂടെ കൂട്ടിയാൽ 3 ആണ്. അത് 3ന്റെ ഗുണിതമാണ് എന്നർത്ഥം. 15 3ന്റെ ഗുണിതമാണെന്ന് നമുക്കറിയാം. 1ഉം 5ഉം കൂട്ടിയാൽ 6. 21 2ഉം 1ഉം കൂട്ടിയാൽ 3. അങ്ങനെ ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. 99 എന്ന് കണ്ടാൽ നമുക്കറിയാം 3ന്റെ ഗുണിതമാണ് 9. അപ്പോൾ ആ 9 തന്നെ 2 പ്രാവശ്യം വന്നിട്ടുള്ളപ്പോൾ 3 കൊണ്ട് ആ സംഖ്യയെ നിശേഷം ഹരിക്കാം. ഇനി 126. ഇവിടെ 6 ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും 3ന്റെ ഗുണിതമാണ്. 1ഉം 2ഉം ചേർന്നാൽ 3 ആണ്. അപ്പോൾ അതും 3ന്റെ ഗുണിതമാണ്. ഇനി വലിയൊരു സംഖ്യ എടുക്കാം. 1 8 6 7. 6 3ന്റെ ഗുണിതമാണ്. 8 1ഉം ചേർന്നാൽ 3ന്റെ ഗുണിതമാണ്. എന്നാൽ 7 3ന്റെ ഗുണിതമല്ലാത്തത് കൊണ്ട് അത് ആ സംഖ്യ 3ന്റെ ഗുണിതം അല്ല. ഇനി 4 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാമോ എന്ന് എങ്ങനെ പരിശോധിക്കും? 4ന്റെ ഗുണിതമാണ് 100. അതുകൊണ്ട് തന്നെ ഒറ്റയുടെയും 10ന്റെയും അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ 4ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ 4ന്റെ ഗുണിതം ആണ് എന്ന് നമുക്ക് കരുതാം. 124. 100 4ന്റെ ഗുണിതമാണ്. 24 4ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 124 എന്ന സംഖ്യ 4ന്റെ ഗുണിതം. ഇനി പെട്ടെന്ന് വലിയ വലിയ സംഖ്യകൾ കാണുമ്പോൾ എങ്ങനെ നമുക്ക് 4ന്റെ ഗുണിതമാണോ അല്ല കണ്ടുപിടിക്കാം. 20 4ന്റെ ഗുണിതമാണ്. 20ന്റെ ഗുണിതങ്ങളോട് ചേർന്ന് ബാക്കിയുള്ള സ്ഥാനത്ത് വരുന്നത് 20ന്റെ ഗുണിതം കഴിഞ്ഞിട്ട് വരുന്നത്, അതായത് 24 28. ഇനി 32 എന്ന് വന്നാലും 4ന്റെ ഗുണിതമാണ് നമുക്ക് കാണാൻ കഴിയും. ഇനി 5ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. 5 നമുക്കറിയാം 5 10 15 20 25 30 35. 5ന്റെ ഗുണിതങ്ങളിലെല്ലാം വന്നിരിക്കുന്നത് 5 0 5 0 5 0 5 0 എന്നിങ്ങനെ. അതുകൊണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസിൽ 0 or 5 ഒറ്റയുടെ സ്ഥാനത്ത് 0 or 5 വന്നാൽ ആ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇനി 6 എന്നുള്ള സംഖ്യ കൊണ്ട് എങ്ങനെ നിശേഷം ഹരിക്കാം എന്ന് പരിശോധിക്കുന്നതിന് 6ന്റെ ഗുണിതങ്ങൾ എല്ലാം തന്നെ 3ന്റെ ഗുണിതങ്ങൾ ആയിരിക്കും. എന്നാൽ അവ 2ന്റെ ഗുണിതങ്ങളും ആണെങ്കിൽ നമുക്ക് 6ന്റെ ഗുണിതമാണ് ആ സംഖ്യ എന്ന് ഉറപ്പാക്കാം. 66 എന്ന് പറയുന്നത് 6ന്റെ ഗുണിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. 72 എന്നുള്ള സംഖ്യയോ 66നോട് 6 ചേരുന്നതാണ് 72. അതുകൊണ്ട് 66നോട് 6 ചേരുന്നതുകൊണ്ടാണ് 72. അപ്പോൾ അത് 6ന്റെ ഗുണിതമാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മളത് പരിശോധിക്കുന്നത്? ഇത് ഒറ്റയുടെ സ്ഥാനത്ത് 2 വന്നിട്ടുണ്ട്. അത് കൂടാതെ 7ഉം 2ഉം 9. അപ്പം 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 കൊണ്ട് ഭാഗിക്കാവുന്ന സംഖ്യയാണ്. അത് കൂടാതെ ഇരട്ട സംഖ്യയുമാണെങ്കിൽ അത് 6ന്റെ ഗുണിതം. ഇനി 9 കൊണ്ട് എങ്ങനെ നിശേഷം ഹരിക്കാമോ എന്ന് പരിശോധിക്കാം. ഒരു സംഖ്യ 3 കൊണ്ട് 2 പ്രാവശ്യം ഹരിക്കാമെങ്കിൽ ആ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാം. അതായത് 3 ഗുണം 3 ആണ് 9. 99 എന്ന് പറയുന്നത് 9ന്റെ
ഗുണിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ 9 9 3ന്റെ ഗുണിതമാണ്. തന്നെയല്ല 9 തന്നെ വന്നതുകൊണ്ട് 3ന്റെ ഗുണിതമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. 66 എന്ന സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാനാവില്ല. കാരണം 6 6 12 എന്നുള്ളതിനെ 3 കൊണ്ട് ഹരിച്ചാൽ 4 എന്നാണ് ഉത്തരം കിട്ടുക. അതുകൊണ്ട് 66 എന്ന സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാനാവില്ല. ഇനി 11 കൊണ്ട് എങ്ങനെയാണ് നിശേഷം ഹരിക്കാമോ എന്ന് പരിശോധിക്കുന്നു. നമുക്കറിയാം 11ന്റെ ഗുണിതം 22, 33, 44, 55, 66, 77, 88, 99, 110. ഈ ഗുണിതങ്ങളെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. കാരണം ഒരേ സംഖ്യ ആവർത്തിച്ച് വരുന്ന 10ന്റെയും ഒറ്റയുടെയും സ്ഥാനത്ത് ഒരേ സംഖ്യ ആവർത്തിച്ച് തന്നെ വരുന്നത് കൊണ്ട് ആ സംഖ്യ 11ന്റെ ഗുണിതമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ മറ്റൊരു നിയമം ഉള്ളത്, ഒറ്റയുടെയും 10ന്റെയും സ്ഥാനത്ത് ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന സാധനമാണ്. ആൾട്ടർനേറ്റ് പൊസിഷനിൽ വരുന്ന സംഖ്യയുടെ തുകകൾ അവ തമ്മിലുള്ള വ്യത്യാസം 0 ആണെങ്കിൽ, ഇപ്പോൾ 1 1 0 1 1 0, അപ്പോൾ ഈ 1ഉം 0ഉം ഈ 1ഉം കൂടെ കൂട്ടുമ്പോൾ 2 കിട്ടും. ഈ 1ഉം ഈ 1ഉം ഈ 0 കൂടെ കൂട്ടുമ്പോൾ 2 കിട്ടും. അപ്പോൾ ഈ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇതാണ് 11 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി